കെ ശൈലജയ്ക്കായി പേരാവൂരിൽ പ്രചാരണം നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പേരാവൂരിന്റെ പ്രതിനിധിയായി ശൈലജ വരിക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നേറ്റിവിറ്റി കാർഡിന്റെ മേന്മ സമ്മതിക്കാൻ കോൺഗ്രസോ ലീഗോ തയ്യാറായിട്ടില്ല. പദ്ധതി നടപ്പിലായാൽ നീ ആരെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ സന്തതി എന്ന് പറയാനാകുമെന്നും പിണറായി പറഞ്ഞു. നീ ആരാ എന്നൊരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ കേരളത്തിന്റെ സന്തതി എന്നെടുത്ത് കാണിക്കാൻ നേറ്റിവിറ്റി കാർഡ് കയ്യിലുണ്ടാകും. ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. ആർക്കും നിനക്ക് അവകാശപ്പെട്ട നാടല്ല, മണ്ണല്ല ഇത് എന്ന് പറയാനാവില്ല. ആ സ്ഥിതിവിശേഷമാണ് LDF ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പോമോനെ വിജയ എന്ന രേവന്ത് റെഡ്ഡിയുടെ പരാമർശത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. കേരളത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവന്റെ കിടപ്പാടങ്ങൾക്ക് മീതെ ബുൾഡോസർ കയറ്റിയിറക്കിയത് സൗകര്യപൂർവ്വം മറച്ചുവെച്ചുവെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. നിഖിൽ അളവോർ നൽകും കൂടുതൽ വിവരങ്ങൾ. നിഖിൽ, എന്തായാലും വിവിധ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറയുന്നത്. രേവന്ത് റെഡ്ഡിക്കെതിരായ പരാമർശത്തെ കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? അരുണ്യ, ഏതായാലും ഇന്നിപ്പോൾ പേരാവൂർ മണ്ഡലത്തിലെ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കവേ നേരത്തെ തന്നെ അദ്ദേഹം തുടർന്നു വരുന്ന രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് എന്നുള്ളതാണ്. പേരാവൂരിൽ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് 10 ദിവസങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലേക്ക് എത്തുന്നത്. ഇന്ന് 5ഓളം പരിപാടികളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കാനുള്ള കേരളത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ആരെങ്കിലും നീ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ എല്ലാവർക്കും നടുനിവർത്തി നിന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഈ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നതിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിന്റെ മണ്ണല്ല എന്ന ഒരാൾക്കും, ഒരു മലയാളിയോടും കേരളത്തിലുള്ള ഒരാളോടും പറയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു നീക്കം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അത് നന്നായി എന്നൊരു വാക്ക് പോലും പറയാൻ തയ്യാറായില്ല. പ്രത്യേകിച്ചും അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ, ഈ നടപടിയെ അംഗീകരിക്കാതിരുന്ന, അതിനെ നല്ല വാക്ക് പറയാൻ തയ്യാറാകാതിരുന്ന മുസ്ലിം ലീഗിനെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലമുണ്ടായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു വികസന പ്രവർത്തനങ്ങളിലും സംസ്ഥാന സർക്കാരിനോട് സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല എന്നൊരു വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രസംഗത്തിൽ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ പരാമർശങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി കൂടി ഇന്ന് വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. രേവന്ത് റെഡ്ഡി കേരളത്തെ അവഹേളിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയത് എന്നുള്ളതാണ് ഈ പോമോനെ വിജയ എന്ന് പറയുന്ന ആ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി പറയുന്നത്. സ്വന്തം നാട്ടിൽ പാവപ്പെട്ടവന്റെ കിടപ്പാടങ്ങൾക്ക് മീതെ ബുൾഡോസർ കയറ്റിയിറക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ടാണ്, അത് സൗകര്യപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ വന്ന് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തെലങ്കാനയെയും കേരളത്തെയും താരതമ്യം ചെയ്തുള്ള കണക്കുകൾ കൂടി മുഖ്യമന്ത്രി ഇന്ന് പുറത്തുവിട്ടു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കേരളത്തിൻ്റെ മാതൃകകളെക്കുറിച്ച് പഠിക്കാൻ രേവന്ത് റെഡ്ഡിയെ ക്ഷണിക്കുന്നതായി കൂടി പറഞ്ഞാണ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന. നിഖിൽ, മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് ആദരമർപ്പിച്ച് പത്മനാഭൻ അടക്കമുള്ള എഴുത്തുകാർ പങ്കെടുക്കുന്ന സാംസ്കാരിക സംഗമം കൂടി വൈകിട്ട് കണ്ണൂരിൽ ഒരുക്കിയിട്ടുണ്ടല്ലോ. റാപ്പർ വേടനടക്കം അവിടെ എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ പരിപാടി സജ്ജീകരിച്ചിട്ടുള്ളത്? വൈകിട്ട് 7:45 മമ്പറത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി എത്തുക. വൈകിട്ട് 5 മണി മുതൽ തന്നെ പരിപാടി ആരംഭിക്കും. സ്വരലയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി മമ്പറത്ത് സംഘടിപ്പിക്കുന്നത്. നവകേരളം വിജയഗാഥ എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവിധ സാംസ്കാരിക മേഖലകളിൽ പ്രഗത്ഭരായ വിവിധ വ്യക്തികളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. റാപ്പർ വേടൻ, റീമ കല്ലിങ്കൽ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, എഴുത്തുകാരൻ ടി പത്മനാഭൻ, ബെന്യാമിൻ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് സാംസ്കാരിക കേരളത്തിന്റെ ആദരം എന്ന ഒരു പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കമൽഹാസൻ ഓൺലൈനായി ഈ പരിപാടിയിൽ പങ്കെടുക്കും. നേരത്തെ അദ്ദേഹം എത്തുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഓൺലൈനായി അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ്. ശരി, എന്തായാലും മുഖ്യമന്ത്രിയുടെ വിവിധയിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പര്യടനം അത് പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും.